കൗണ്ട് ആൻഡ് അറേഞ്ച് അതിലെ ആക്ടിവിറ്റി ബുക്കാണ് ഇന്ന് നോക്കുന്നത്. ഇവിടെ കണ്ടോ പിക്ചറിൽ നമുക്ക് എന്താണ് ഷെൽഫിലെ കുറേ ടോയ്സ് ഉള്ള പിക്ചറാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ടോയ് ഈസ് ദ മോർ ഇൻ നമ്പർ ദാൻ ദ അതേഴ്സ്. എന്താണ് മറ്റു ടോയ്സിനെക്കാട്ടിലും കൂടുതൽ എണ്ണമുള്ള കളിപ്പാട്ടം ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഫ്ലവർ അല്ലേ. ഫ്ലവർ എന്ന് എഴുതുക. ഹൗ മെനി എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര എണ്ണമാണ് ഫ്ലവർ ഉള്ളത്? 6 അല്ലേ. 6 എന്ന് എഴുതുക. നെക്സ്റ്റ് ഈർക്കിൽസ്. There are 10 ഈർക്കിൽസ് in one bundle. Write the number of ഈർക്കിൽസ് in each row. എന്താണ്? ഓരോ കെട്ടിലും 10 ഈർക്കിലുകളുണ്ട്. ഓരോ വരികളിലും ഈർക്കിലുകൾ എണ്ണിയിട്ട് നമ്പർ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് നോക്കൂ, എത്ര എണ്ണമാണ് ഉള്ളത്? അപ്പൊ മൊത്തം 7 ബണ്ടിൽസ് ആണ് ഉള്ളത്. അപ്പൊ ടോട്ടൽ നമ്പർ എത്ര വരിക? 7 10s ആണ്. എത്ര വരിക? 70 അല്ലേ. 70 എന്ന് എഴുതുക. നെക്സ്റ്റ് റോള് നോക്കുക, എത്ര എണ്ണമാണ് ഉള്ളത്? 9 ബണ്ടിൽസ് ഓഫ് ഈർക്കിൽസ് ആണുള്ളത് അല്ലേ. അപ്പൊ ടോട്ടൽ നമ്പർ എത്ര വരിക? 9 10s എത്രയാ? 90 അല്ലേ. നെക്സ്റ്റ് നോക്കുക, 10 ബണ്ടിൽസ് ഓഫ് ഈർക്കിൽസ് ആണുള്ളത്. അപ്പൊ എത്രയാ വരിക? 10 10s അല്ലേ. 100 അല്ലേ. 100 എന്ന് എഴുതുക. അടുത്തത് 5 ബണ്ടിൽസ് ഓഫ് ഈർക്കിൽസ് ആണുള്ളത്. 5 10s 50 ആണല്ലോ. അടുത്തത് 8 ബണ്ടിൽസ് ഓഫ് ഈർക്കിൽസ് ആണുള്ളത്. അപ്പൊ 8 10s 80 എന്ന് എഴുതുക. വിച്ച് റോ ഹാസ് ദ മോർ നമ്പർ ഓഫ് ഈർക്കിൽസ്. ഏത് വരിയിലാണ് കൂടുതൽ എണ്ണം ഈർക്കിലുകൾ ഉള്ളത് എന്നാണ്. തേർഡ് റോയിലല്ലേ. തേർഡ് റോ എന്ന് എഴുതുക. കളർ ദാറ്റ് റോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കളർ ചെയ്യുക കേട്ടോ. അടുത്തത് നോക്കൂ, റൈറ്റ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ക്ലാസ്സും ചിൽഡ്രനും നമുക്ക് തന്നിട്ടുണ്ട് ടേബിളിൽ. ക്ലാസ് ഫസ്റ്റ് എയിലെ, സെക്കൻഡ് എയിലെ, തേർഡ് എയിലെ, ഫോർത്ത് എയിലെ എത്ര പേരുണ്ട് എന്നുള്ളത് നിങ്ങൾ എഴുതുക കേട്ടോ. വിച്ച് ക്ലാസ് ഹാസ് ദ മോർ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഏത് ക്ലാസ്സിലാണ് കൂടുതൽ എണ്ണം സ്റ്റുഡൻസ് ഉള്ളത് എന്നാണ് ഇതിൽ നോക്കിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം കേട്ടോ. പിന്നെ വിച്ച് ക്ലാസ് ഹാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഏത് ക്ലാസ്സിലാണ് കുറവ് സ്റ്റുഡൻസ് ഉള്ളത് അതും ഈ ടേബിൾ നോക്കിയിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു വർക്കാണ്. ആർട്ട് ഫെസ്റ്റിവൽ ഇൻ ദ ഫോറസ്റ്റ്. ഇവിടെ നമുക്ക് കുറേ അനിമൽസ് ആൻഡ് ബേർഡ്സിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ബേർഡ്സ്, മങ്കി, ജിറാഫ്, റാബിറ്റ്, സ്ക്യൂരൽ, എലിഫന്റ്, ഇതല്ലാതെയും കുറേ അനിമൽസ് ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബേർഡ്സിന്റെ നമ്പർ എത്രയാണെന്ന് കൗണ്ട് ചെയ്തിട്ട് എഴുതണം. അപ്പൊ നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യൂ അല്ലേ. ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. ബേർഡ്സ് മൊത്തം എത്ര എണ്ണം ഉണ്ട് നോക്കുക. 6 എന്ന് കാണാം. 6 എന്ന് എഴുതുക. അടുത്തത് മങ്കിയാണ്, കുരങ്ങൻ. മൊത്തം കൗണ്ട് ചെയ്യുക. ടോട്ടൽ 3 കിട്ടും. 3 എന്ന് എഴുതുക. ജിറാഫ് ഓൺലി 1 ഉള്ളൂ അല്ലേ. 1 എന്ന് എഴുതുക. റാബിറ്റ് കൗണ്ട് ചെയ്യുക. 5 എണ്ണം ഉണ്ട് കേട്ടോ. 5 എന്ന് എഴുതുക. സ്ക്യൂരൽ എന്ന് പറഞ്ഞാൽ അണ്ണാൻ, കൗണ്ട് ചെയ്യുക. 4 എണ്ണം ഉണ്ട്. എലിഫന്റ് 2 എണ്ണം. ഇനി അവിടെ നോക്കൂ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് ഗ്രൂപ്പ് ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ. ഏറ്റവും വലിയ എണ്ണമുള്ള കൂട്ടം ഏതാന്നാ ചോദിച്ചിരിക്കണം അല്ലേ. ഏത് കൂട്ടാണ്? ബേർഡ്സ് അല്ലേ. ബേർഡ്സ് എന്ന് എഴുതുക. വിച്ച് ഹാസ് ദ ലീസ്റ്റ്. കുറവ് എണ്ണമുള്ള കൂട്ടം ഏതാന്നാണ്? ജിറാഫ് ആണ്. ജിറാഫ് എന്ന് എഴുതുക. ഹൗ മെനി എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര എണ്ണം? 1 അല്ലേ. 1 എന്ന് എഴുതുക. അടുത്തത് വിച്ച് ഗ്രൂപ്പ്സ് ഹാവ് ദ സെയിം നമ്പർ. ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ ഏതൊക്കെയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ടേബിളിലുള്ള ബേർഡ്സ്, മങ്കി, ജിറാഫ്, റാബിറ്റ്, സ്ക്യൂരൽ, എലിഫന്റ് അതിലൊന്നും ഇല്ല. പക്ഷെ പിക്ചറിൽ കാണിച്ചതിലുണ്ട് കേട്ടോ. നോക്കി നോക്കൂ നിങ്ങൾ. എലിഫന്റ് 2 എണ്ണം ഉണ്ട്. സീബ്ര നോക്കൂ 2 എണ്ണാണ്. ടോർട്ടോയിസ് 2 എണ്ണാണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്നുമില്ലെങ്കിൽ എന്ത് എഴുതാം? എലിഫന്റ്, സീബ്ര, ടോർട്ടോയിസ് അതൊക്കെ ഒരേ എണ്ണമുള്ള ഗ്രൂപ്പ്സ് ആണ്. പിന്നെ നോക്കി നോക്കൂ, പിന്നെ ഏതാ ഉള്ളത്? ജിറാഫ് 1 എണ്ണേ ഉള്ളൂ. ഫ്രോഗ് നോക്കൂ, ഫ്രോഗും 1 എണ്ണാണ്. അപ്പൊ ജിറാഫ്, ഫ്രോഗ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ബട്ടർഫ്ലൈ നോക്കുക കേട്ടോ. ബട്ടർഫ്ലൈ ഉണ്ടല്ലോ. ബട്ടർഫ്ലൈസ് എത്ര എണ്ണ? 4 എണ്ണം ഉണ്ട്. പിന്നെ എണ്ണം 4 എണ്ണം ഉള്ളത് ഏതാ? സ്ക്യൂരൽ അല്ലേ. സ്ക്യൂരലും ബട്ടർഫ്ലൈയും ഒരേ എണ്ണമുള്ള കൂട്ടങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് ടോയ്സ്. അറേഞ്ച് ദ സ്കാറ്റേർഡ് ടോയ്സ്. ഇവിടെ ചുവടെ കണ്ടോ കുറച്ച് ടോയ്സ് എന്താണ് ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. അതെല്ലാം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഡ്രോ പിക്ചേഴ്സ്, റൈറ്റ് ദ നമ്പേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓരോ കളിപ്പാട്ടത്തിനും ചിത്രം വരയ്ക്കുക. ഓക്കെ, അത് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് ഇവിടെ എഴുതുക കേട്ടോ. ഫസ്റ്റ് 1 പെൻസിലാണ് അല്ലേ. പെൻസിൽ ചിത്രം വരയ്ക്കുക. എത്ര എണ്ണാന്ന് കൗണ്ട് ചെയ്യൂ. 1 2 3 4 5 6 7 അല്ലേ. 7 എന്ന് എഴുതുക. അടുത്തത് ടെഡി ബിയർ വരച്ചു വെക്കുക കേട്ടോ. എത്ര എണ്ണ നോക്കൂ. 1 2 3 4 അല്ലേ. 4 എന്ന് എഴുതുക. ദെൻ അടുത്ത ടോയ് കാറ് വരയ്ക്കുക. എത്ര ടോയ് കാർസ് ആണ്? 1 2 ടോയ് കാർസ് ആണ് അല്ലേ. ദെൻ അടുത്തത് ഡക്ക് ആണ് അല്ലേ. എത്ര ഡക്സ് ആണ്? 2 അല്ലേ. 2 എന്ന് എഴുതുക. നെക്സ്റ്റ് ബോൾ വരയ്ക്കുക കേട്ടോ. ബോൾ എത്ര എണ്ണാണ്? കൗണ്ട് ചെയ്യൂ. 1 2 3 അല്ലേ. 3 എന്ന് എഴുതുക. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് ടോയ് ഈസ് മോർ ഇൻ നമ്പർ. കൂടുതൽ എണ്ണമുള്ള ടോയ് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പെൻസിലാണ്. പെൻസിൽ എന്ന് എഴുതുക.
വിച്ച് ടോയ്സ് ആർ ഈക്വൽ ഇൻ നമ്പർ. ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡക്കും കാറുമാണ്. അത് എഴുതുക കേട്ടോ. അപ്പോൾ ഇതോടുകൂടി മാത്സ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. ഓക്കെ, ബൈ.